ബഹുമാനപ്പെട്ട ബിൻസി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹരിപ്രിയ ടീച്ചർ, സഹപ്രവർത്തകർ, എല്ലാ കുഞ്ഞുങ്ങൾക്കും നമസ്കാരം. നമുക്കറിയാം ഓഗസ്റ്റ് 15 വരികയാണല്ലേ? ആണോ? ഓഗസ്റ്റ് 15 എന്താണ്? സ്വാതന്ത്ര്യ ദിനം അല്ലേ? സ്വാതന്ത്ര്യ ദിനം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തും ഇന്ത്യയുടെ ഇവിടുത്തെ ധനവും ഒക്കെ കണ്ടിട്ട് ഒരുപാട് വിദേശികൾ ഇവിടേക്ക് കച്ചവടത്തിനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ കച്ചവടത്തിനായി വന്ന വിദേശികളുടെ കൂട്ടത്തിൽ യൂറോപ്യന്മാരുണ്ടായിരുന്നു. അതിൽ തന്നെ അവർ കച്ചവടത്തിന് വന്നതിന് ശേഷം അവരോട് എന്ത് ചെയ്തു? ഇവിടെ ഭരണം തുടങ്ങി അല്ലേ? ഇവിടെയുള്ള ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും കഴിയാത്ത വിധത്തിൽ, സമ്പത്തുകൾ ഉപയോഗിക്കുന്നതിനോ കഴിയാത്ത വിധത്തിൽ ഇവിടെ ഭരണം കൂടെ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി വന്നു. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്ത ഒരു വിദേശീയരാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. ഏകദേശം 200 വർഷത്തോളമാണ് നമ്മൾ ഇന്ത്യ അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഭരണത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ എന്തു ചെയ്തു? പലതരത്തിലുള്ള സമര പരിപാടികൾ ആരംഭിച്ചു. അപ്പം ഈ സ്വാതന്ത്ര്യം ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമായിരുന്നോ? ഒരു ദിവസം പോയി ബ്രിട്ടീഷുകാരോട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം സ്വാതന്ത്ര്യം തരുമായിരുന്നോ? അല്ല. പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. അതിൽ രക്തരൂക്ഷിതമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു, സമാധാനപരമായിട്ടുള്ള സത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബഹിഷ്കരണങ്ങൾ, വിദേശികളുടെ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ബഹിഷ്കരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും എന്തോ ചെയ്തില്ല? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ റെഡിയായില്ല. അങ്ങനെ 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി മറ്റ് സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം അവർ വിളിച്ചുകൂടി. ഇനിയും എന്നിട്ട് ഗാന്ധിജി അവിടെ വെച്ചൊരു ആഹ്വാനം ചെയ്തു, ഇനിയും നമ്മൾ നല്ല രീതിയിൽ സമാധാനപരമായ പ്രവർത്തനങ്ങളൊന്നും ഇനി നടക്കുകയില്ല, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത്ര ശക്തമായിട്ടുള്ള ഒരു സമരപരിപാടികൾ നടത്തിയെങ്കിൽ മാത്രമേ ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടൂ എന്നവർക്ക് ആഹ്വാനം ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ സകല ജനങ്ങളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിലൊക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇന്ത്യ വിടുക എന്നുള്ള ആ പ്രസ്ഥാനം, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കും. ഓഗസ്റ്റ് 9 നാളെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ധീര ദേശാഭിമാനികളെയും ജീവൻ വെടിഞ്ഞവരെയും ഒക്കെ ഓർക്കുന്നതിനും ഈ സ്വാതന്ത്ര്യം, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ദുരുപയോഗം ചെയ്യാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ക്വിറ്റ് ഇന്ത്യ ഡേ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ ദിനം. നാളെയാണ് അത് കേട്ടോ. അത് നമ്മൾ ഇന്നേ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യരുത്. സ്വാതന്ത്ര്യത്തിന് വിരോധമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യരുത്. അതിനോടൊരു ആഹ്വാനവും ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ദിവസം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.